നമസ്കാരം. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ കളം നിറഞ്ഞതോടുകൂടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചരണ രംഗത്ത് ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. മന്ത്രിമാർ ഉൾപ്പെടെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു നിന്ന് വൻ സന്നാഹത്തിൽ LDFന് വേണ്ടി വോട്ട് അഭ്യർത്ഥനയുമായിട്ട് മണ്ഡലത്തിൽ ഇപ്പോൾ രംഗത്തുണ്ട്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളും നിലമ്പൂരിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. BJPക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരും നിരന്തരം മണ്ഡലത്തിൽ വന്നു പോകുന്ന കാഴ്ചയും കാണാനാകും. അങ്ങനെ എല്ലാം കൊണ്ടും തീപാറും പ്രചരണമാണ് ഇപ്പോൾ നിലമ്പൂരിൽ അരങ്ങേറുന്നത്. അതിനിർണായകമായിട്ടുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികളും പാർട്ടികളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കാണ്, അന്തിമ വിജയം പോലും പ്രവചിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ്. എന്നാൽ ഇപ്പോഴിതാ പ്രചരണ രംഗത്ത് തിളങ്ങി താരമാകുന്ന നേതാക്കളിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് കോട്ടയം പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. വലിയ സ്വീകാര്യത ആർജിച്ചെടുക്കുവാൻ ചാണ്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, സാധാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആളുകളെ ആവേശത്തിലാക്കുവാൻ കഴിവുള്ള ഒരു മികച്ച നേതാവ് കോൺഗ്രസ് നേതാവായിരുന്നു മൺമറഞ്ഞ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അദ്ദേഹം എവിടെ പോയാലും ഒപ്പം ആളുകൾ കൂട്ടം കൂടുമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിനെ ജനകീയനാക്കി മാറ്റിയത്. ആൾക്കൂട്ടങ്ങളുടെ നേതാവ് എന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം ഉമ്മൻചാണ്ടി എവിടെയുണ്ടോ അവിടെയെല്ലാം ജനങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരുമില്ലാതെ ഒരിക്കലും വന്നിട്ടില്ല. അതിപ്പോൾ മണ്ഡലത്തിലാണെങ്കിലും ഇനി തിരുവനന്തപുരത്താണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഉമ്മൻചാണ്ടിക്കൊപ്പം ചുറ്റും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പോലും തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ പതിനായിരങ്ങൾ ആ അന്ത്യയാത്രയെ അനുഗമിച്ചിരുന്നത് MC റോഡിൽ കേരളം കണ്ട കാഴ്ചയാണ്. മരണശേഷവും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ദിനംപ്രതി നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരുന്നത്. അതുതന്നെയാണ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം എത്ര മഹാനായിരുന്നു എന്നതിനെ കൃത്യമായി വ്യക്തമാക്കുന്നത്. അതേ ഉമ്മൻചാണ്ടിയുടെ ശൈലിയാണ് ഇപ്പോൾ മകനും MLAയുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ഓടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നിലമ്പൂരിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നയിക്കുന്നത്. പരമാവധി വീടുകളിൽ നേരിട്ടെത്തിയുള്ള ക്യാമ്പയിനാണ് ചാണ്ടി ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. വീടുകളിലെത്തി സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും ഉൾപ്പെടെ കയ്യിലെടുക്കുവാനുള്ള കഴിവ് ചാണ്ടി എന്ന നേതാവിനിപ്പോൾ ഉണ്ട്. ആ കഴിവ് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം ചാണ്ടിയുടെ സ്വീകാര്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ഇടഞ്ഞു നിന്ന ഒരു നേതാവായിരുന്നു ചാണ്ടി ഉമ്മൻ എന്ന് പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും പാർട്ടിക്ക് തലവേദനയാവുകയും ചെയ്തിരുന്നുവെന്നും പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായ വിവാദമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്നതിനായിട്ട് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴുള്ള ചാണ്ടി ഉമ്മൻ്റെ അസാന്നിധ്യം. രാഹുൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്നതിൽ മകനും MLAയുമായ ചാണ്ടി ഉമ്മൻ്റെ അനുവാദം ഇല്ലെന്ന വാർത്ത കോൺഗ്രസിനെയും UDF നേതൃത്വത്തെയും തെല്ലൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ ഈ വാർത്തകളെയെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നെങ്കിലും രാഹുൽ വന്നപ്പോഴുള്ള ചാണ്ടി ഉമ്മൻ്റെ അസാന്നിധ്യം അഭിപ്രായ വ്യത്യാസം തുറന്നു കാട്ടുന്നതായിരുന്നുവെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലും നാമമാത്രമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമാണ് ചാണ്ടി ഉമ്മൻ അവിടെ പ്രചരണത്തിന് എത്തിയതെന്നും പറയുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും നേതൃത്വത്തിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. താനൊഴികെ എല്ലാവർക്കും പാലക്കാട് ചുമതല കൊടുത്തിരുന്നുവെന്നാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചാണ്ടി ഉമ്മന് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പുറത്തു വന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിന് പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രതികരണം. അതേസമയം ചാണ്ടി ഉമ്മനെതിരെ സൈബർ ഇടങ്ങളിൽ അടക്കം കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വരികയുണ്ടായി. ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പലരും പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വലിയ ആളാണെന്ന തോന്നൽ വേണ്ടെന്നും അതൃപ്തി അറിയിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും പലരും ചാണ്ടിയെ ഉപദേശിക്കുകയുമുണ്ടായി. പാലക്കാട് രാഹുൽ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ചാണ്ടി ഉമ്മനെന്നും അദ്ദേഹത്തെ പോലെയുള്ള സാഡിസ്റ്റുകളാണ് ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ശാപമെന്നുള്ള കമൻറ്റുകളും അന്ന് ചാണ്ടി ഉമ്മനെ തേടി ആ പോസ്റ്റുകൾക്ക് താഴെ നിറഞ്ഞിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചാണ്ടി ഉമ്മൻ മുംബൈയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങളടക്കം കമൻറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തകർ അന്ന് അവരുടെ അമർഷം തീർക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ചാണ്ടി കൂടുതൽ ദിവസങ്ങളിലും കേരളത്തിന് പുറത്തായിരുന്നു. ഈ കാലയളവിൽ വിദേശ പര്യടനവും അദ്ദേഹം നടത്തിയിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് കോട്ടയത്തെ A ഗ്രൂപ്പ് നേതൃത്വവുമായിട്ട് ചാണ്ടി ഉമ്മൻ അകലത്തിലായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക അനുസ്മരണ പരിപാടിയിലടക്കം ചാണ്ടിയുമായി ഗ്രൂപ്പ് നേതൃത്വത്തിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പല സാഹചര്യങ്ങളിലും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു നേതാക്കളെല്ലാം തന്നെ പരസ്യമായുള്ള വിമർശനങ്ങൾക്ക് ഇടവേള നൽകുമ്പോഴും ചാണ്ടി തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിൻ്റെ ക്ഷീണം അത് കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ നിരന്തരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊണ്ടാണോ അതോ ഇപ്പോൾ സ്വയം തോന്നിയതാണോ എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ചാണ്ടി ഉമ്മനിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടിയുടെ പാതയിൽ മകനും ജനകീയതയുടെ കാര്യത്തിൽ ഇപ്പോൾ മുന്നേറുമ്പോൾ
കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒരേപോലെ ഇപ്പോൾ സന്തോഷത്തിലും ആവേശത്തിലുമാണ്.